Hello everyone. So, കഴിഞ്ഞ രണ്ട് ഫേക്ക് പ്രൂഫ് വീഡിയോസിന് ശേഷം നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. 1:2 എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1:-1 എന്നുള്ള പ്രൂഫ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് 0:1 എന്നുള്ളതാണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും അല്ലാത്തൊരു ഇൻറ്റിജർ ആണ്. 1 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. സോ 0:1 എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ ഇതിന് മുന്നേയുള്ള രണ്ട് വീഡിയോസിൽ നിന്നും നിങ്ങൾ തന്നിട്ടുള്ള റെസ്പോൺസ്, കമൻസിലൂടെയൊക്കെ കണ്ടിട്ടുള്ള റെസ്പോൺസ് വളരെ നല്ലതായിരുന്നു, ഒരുപാട് മോട്ടിവേറ്റിംഗ് ആയിരുന്നു, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയുള്ള കമൻസ് അവിടെ കാണാൻ പറ്റി. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും വളരെ കെയർഫുൾ ആയിട്ട് കാണാം. എവിടെയാണ് നമ്മുടെ ട്രിക്സ് ഒളിഞ്ഞു കിടക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ടീമിലോട്ട് ഇൻവൈറ്റ് ചെയ്യുക. സോ വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് ഫൺ ഫേക്ക് മാത്ത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ 0:1 എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ 0 എനിക്കിങ്ങനെ എഴുതാലോ, 0 പ്ലസ് 0 എന്നിങ്ങനെ ഒരുപാട് സീറോസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സീറോസ് ഇങ്ങനെ ആഡ് ചെയ്ത് എഴുതി. ഓക്കെ, എന്താ ഫൈനൽ ആൻസർ 0 തന്നെ. ദാറ്റ്സ് ഈക്വൽ ടു ഈ 0 എന്ന് പറഞ്ഞതിന് പകരം ഞാൻ 1 - 1 എന്ന് കൊടുക്കണം. ഓക്കെ, 1 - 1 എന്ന് പറഞ്ഞാൽ 0 തന്നെ. പ്ലസ് അടുത്ത 0ക്ക് പകരം എന്ത് കൊടുത്തു? 1 - 1. അടുത്ത 0ക്ക് പകരം 1 - 1. സോ ഇങ്ങനെ എല്ലാ 0ക്ക് പകരം എന്ത് കൊടുക്കാണ്? 1 - 1 ഇങ്ങനെ കൊടുക്കാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഞാൻ ജസ്റ്റ് ഈ ബ്രാക്കറ്റിനെ ഒഴിവാക്കി. ബ്രാക്കറ്റിനെ ഒഴിവാക്കുകയാണെങ്കിലും വ്യത്യാസമൊന്നുമില്ല അല്ലെ, കാരണം ജസ്റ്റ് 1 - 1 പ്ലസ് അടുത്ത 1 - 1 പ്ലസ് അടുത്ത 1 - 1 പ്ലസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുക ചെയ്യാം അല്ലെ. ബ്രാക്കറ്റ് ഒഴിവാക്കിയാലും വ്യത്യാസമൊന്നുമില്ല. ദാറ്റ്സ് ഈക്വൽ ടു ഇതിങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇൻഫിനിറ്റിയിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഇവിടെ ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുത്തതിന് പകരം ഞാൻ ജസ്റ്റ് 1 ഇട്ട് കൊടുത്തു. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ ആരാണ്? ഒരു -1 ഒരു +1 ആണ് അല്ലെ. അപ്പൊ ഞാൻ പ്ലസ് ആ ഒരു -1 +1 എന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തു. മനസ്സിലായോ? അതായത് ഈ പ്ലസ് ഈ മൈനസ് വരുമ്പോൾ മൈനസ് ആയിക്കോളും. അപ്പൊ ഞാൻ ഈ 1 - 1 എന്നുള്ളതിന്റെ ഈ 1 അവിടെ നിർത്തി, പകരം എന്ത് ചെയ്തു? ഈ -1 +1 ഒരു ഗ്രൂപ്പ് ആക്കി. ഈ ബാക്കി ആരുള്ളത്? അടുത്തത് ഈ -1 അടുത്ത 1 ഉണ്ടായിരിക്കും. -1 +1 പ്ലസ് പിന്നെ അടുത്ത് വരുന്ന -1 1 ഉണ്ടായിരിക്കും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ, ഇൻഫിനിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. സോ ഇപ്പൊ എന്തായി? ഇവിടെ 1 ഉണ്ട്, പ്ലസ് പ്ലസ് -1 +1 എന്താണ്? 0 ആണ്. പ്ലസ് -1 +1 എന്താണ്? 0. വീണ്ടും 0. ഇങ്ങനെ ഒരുപാട് സീറോസ് ആയിരിക്കും ഇതിന് ശേഷം ഇങ്ങനെ വരുന്നത് അല്ലെ. വരുന്നൊക്കെ എന്തായിരിക്കും? സീറോസ്. സോ 1ന്റെ കൂടെ ഇത്രയും സീറോസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ തന്നെയായിരിക്കും 1 തന്നെയായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്ത് 0 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് അവസാനം നമുക്ക് എന്താ കിട്ടിയത്? ആൻസർ 1 ആണ് കിട്ടിയത്. സോ 0 എന്ന് പറയാൻ പറ്റും 1 ആണെന്ന് പറയാൻ പറ്റും അല്ലെ. നമ്മൾ പ്രൂവ് ചെയ്തു 0 എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് 0 പ്ലസ് അങ്ങനെ കുറെ സീറോസ് ആഡ് ചെയ്തു. പിന്നെ ഓരോ 0ക്ക് പകരം 1 - 1 ഇട്ട് കൊടുത്തു. പിന്നെ ജസ്റ്റ് ഈ ബ്രാക്കറ്റിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി. അതിന് പ്രശ്നമൊന്നുമില്ല, ബ്രാക്കറ്റിന്റെ പൊസിഷൻ മാറ്റി എന്താ പ്രശ്നം ഉണ്ടോ? ഇല്ല. അപ്പൊ ബാക്കി എന്താണത്? 1 മാത്രം. 0:1 എന്നുള്ളത് എന്ത് ചെയ്തു? നമ്മൾ ജസ്റ്റ് പ്രൂവ് ചെയ്തു. സോ ഇതിന് മുന്നേ ഉള്ള രണ്ട് പ്രൂഫുകളിലും 1:2 നമ്മൾ പ്രൂവ് ചെയ്തപ്പോഴും 1:-1 പ്രൂവ് ചെയ്തപ്പോഴും അവിടെയൊക്കെ എന്തുണ്ടായിരുന്നു? ഓരോ ട്രിക്കുകൾ ഉണ്ടായിരുന്നു. അല്ലാതെ ഒരിക്കലും മാത്തമാറ്റിക്സ് റോങ് ആവുന്നതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഓരോ നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത കുറച്ച് ട്രിക്കുകൾ ഉണ്ടായിരുന്നു. സോ ഇതിനെന്തുണ്ട്? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ എന്താണ് അത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് സാധാരണ നിങ്ങൾ ചെയ്യാറുള്ളത് പോലെ എന്ത് ചെയ്യുക? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. സോ നിങ്ങളുടെ കമന്റ്സിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ നിങ്ങളുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ കാണാനും അത് ഓരോന്ന് വായിക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിരിക്കുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവരും കമന്റ് ചെയ്യുക. നമുക്ക് വേറെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു.